ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ UK പഠിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ഇപ്പോൾ പർച്ചേസിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ മറക്കാണ്ട് എടുക്കണ്ടേ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാതെ UK വന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ലാഭം എന്നല്ല, ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതിനാൽ കുറച്ച് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അവിടെ നിന്ന് മേടിക്കുന്നത്. അങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി പറയുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പൊ അതിനു മുമ്പ് എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെങ്കിൽ അത് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം തുടങ്ങുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഏറ്റവും ആവശ്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എല്ലാവർക്കും സംശയമുള്ളൊരു സംഭവമാണ് ലാപ്ടോപ്പ്. ഇവിടെ നിന്ന് മേടിക്കുന്നതും അവിടെ നിന്ന് മേടിക്കുന്നതും ഏകദേശം എല്ലാം ഒരേപോലെയാണ്. ആകെപ്പാടെ ശ്രദ്ധിക്കേണ്ടത് മേടിക്കുമ്പോൾ നമ്മുടെ വേർഡ്, അതുപോലെ തന്നെ പവർ പോയിന്റ്, ഇതിലൊക്കെ നമുക്ക് സ്ലൈഡും നമ്മുടെ അസൈൻമെന്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന അതുപോലുള്ള ഓപ്ഷനുള്ള ലാപ്ടോപ്പ് നോക്കി മേടിക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഒരുപാട് വില കുറവിൻ്റെ അല്ലാതെ കുറച്ച് ഒരു മീഡിയം ഒരു റേഞ്ചിലുള്ളത് നോക്കി മേടിക്കുക. കാരണം എങ്ങാനും അത് എന്തെങ്കിലും രീതിയിൽ കംപ്ലൈന്റ് ആയി പോയാൽ തന്നെ നമുക്കത് അവിടെ ചെന്നിട്ട് അതിന്റെ പിന്നെ അത് നടക്കണ്ടല്ലോ. അതിന് പിന്നെയുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ടൊരു സംഭവമാണ് ജാക്കറ്റ്. അതെല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ചേച്ചി മിക്കവരും ഇവിടെ നിന്ന് ഭയങ്കര വില കൊടുത്ത് ജാക്കറ്റ് മേടിച്ചുകൊണ്ട് വരും, ഒട്ടും കട്ടിയില്ലാത്തത്. എന്നാൽ ആ സമയത്ത് ഈ സെയിം വിലയ്ക്ക് അവിടെ നിന്ന് നല്ല ജാക്കറ്റ്, അതായത് വിന്ററിന് ഇടാൻ പറ്റുന്ന കട്ടിയുള്ള ജാക്കറ്റൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ വിലയുടെ ഒരു ജാക്കറ്റ് മേടിക്കുക. അതാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ മറ്റേ ഓട്ടം സ്പ്രിങ് ടൈമിലൊക്കെ ഇടാം വേണമെങ്കിൽ. പിന്നെ മെയിൻ വിന്ററിന് ഇടാനുള്ള ജാക്കറ്റ് എന്തായാലും ഇവിടെ ഉണ്ടാവില്ല, കാരണം അത് അവിടെ നിന്ന് തന്നെയാണ് മേടിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇവിടെ അതിനുവേണ്ടി ഒരുപാട് പൈസ മുടക്കാണ്ടിരിക്കാം. പിന്നെ അടുത്ത കാര്യം ഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അവിടെ വിന്ററിന് ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സും സമ്മറിന് വേറെ ടൈപ്പ് ഓഫ് ഡ്രസ്സുകളാണ്. വിന്ററിന് കട്ടിയുള്ള ഡ്രസ്സുകളിടും, സമ്മറിന്റെ ടൈമിൽ കട്ടി കുറവുള്ള നമ്മുടെ യൂഷ്വലി നമ്മുടെ ഡ്രസ്സസ്, അതായത് നമ്മുടെ ഉടുപ്പുകൾ, അതുപോലുള്ള കുറച്ച് ഫാൻസി അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇടും. വിന്റർ ടൈമിൽ സ്വെറ്റ് ഷർട്ട്, ഹുഡീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നല്ല ഹുഡിയും ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് എടുക്കാം, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്. കാരണം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഡ്രസ്സ് മേടിക്കാനുള്ളൊരു, നമുക്ക് അതിനകത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമ്മളത് ഇവിടെ നിന്ന് തന്നെ മാക്സിമം ഡ്രസ്സ് മേടിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് കട്ടിയുള്ളതും, നിങ്ങളിപ്പോൾ ഏത് ഇൻടേക്കിലാണ് പറഞ്ഞത്, വിന്റർ ടൈമിൽ ഇൻടേക്കിലാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് കൂടുതൽ ഡ്രസ്സ് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ആർക്കും അറിയില്ല നമ്മുടെ തണുപ്പ് നമുക്ക് താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 പെയർ തെർമൽസ് എടുക്കുക, നമുക്ക് തണുപ്പത്ത് അകത്ത് ഇടാനായിട്ട്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇന്നർ വെയേഴ്സ് അല്ലെങ്കിൽ അണ്ടർ ഗാർമെന്റ്സ്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഇവിടെ നിന്ന് മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അവിടത്തേക്കാളും ഇവിടെ നിന്നാണ് അത് മേടിക്കുന്നത്. നമുക്ക് എന്താ പറയുക, പൈസ കൊണ്ടാണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നോക്കുമ്പോഴും അത് ഇവിടെ നിന്ന് മേടിക്കുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് അവിടെ ബുക്കിന്റെ ഒക്കെ ആവശ്യം ഭയങ്കര കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും വരണ്ട, 1-2 നോട്ട്ബുക്കൊക്കെ ആയിട്ട് വരാം. പിന്നെ നമ്മുടെ ഇപ്പോൾ പ്ലേസ്മെന്റ് ഏരിയയിലേക്ക് നോക്കുമ്പോഴത്തേനും നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ഒരു ബാക്ക് പാക്ക്. നമുക്ക് ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ്സിൽ പോകുമ്പോഴും പ്ലേസ്മെന്റ് പോകുമ്പോഴും നമുക്കൊരു ബാക്ക് പാക്ക് ആവശ്യമാണ്. അപ്പം അത്, പിന്നെ അതുപോലെ തന്നെ ഓവനിൽ വെച്ച് ചൂടാക്കാൻ പറ്റുന്ന ലഞ്ച് ബോക്സും പിന്നെ കറി എടുക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നോക്കാം മാക്സിമം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫോർമൽ ആയിട്ടുള്ള ബ്ലാക്ക് പാൻറ് ഒരു 2 or 1 അത് എടുക്കുക. കാരണം അവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സൈസ് കറക്റ്റ് ആയിരുന്നില്ല. ഞാൻ എൻ്റെ ഈ 3 വർഷമായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയ പാൻറ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഫോർമൽ പാൻസ്, ബ്ലാക്ക് കളർ കേട്ടോ. നമുക്ക് പാർട്ട് ടൈമിന് പോകുമ്പോഴെല്ലാം അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബ്ലാക്ക് ഷൂസ്, വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ബ്ലാക്ക് ഷൂസ്. അത് നമ്മുടെ പ്ലേസ്മെന്റിലും മിക്ക സ്ഥലത്ത്, ജോലി സ്ഥലത്ത് ഇത് തന്നെയാണ് വേണ്ടിയത്. അപ്പോൾ അതും വേണം. അത് ഇപ്പോൾ നമ്മൾ ഷൂസ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഷൂസ് മാത്രം പോരാ, ഇനിയിപ്പോൾ അത് തന്നെ 2 സ്ഥലത്ത് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ അത് മാത്രം മതി. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോളേജിലോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴോ നോർമൽ ഒരു ഷൂ, ഇപ്പോൾ വൈറ്റോ ഒരു ഇച്ചിരി ഫാൻസി ടൈപ്പ് ഓഫ് ഷൂസ് മേടിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ബ്ലാക്ക് ഷൂ മേടിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സോളുള്ള, കാരണം നമ്മൾ അത് ഇട്ടിട്ടായിരിക്കും 12 hour 13 hour ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ നോക്കി മേടിക്കാം ബ്ലാക്ക് മേടിക്കുമ്പോഴത്തേനും. അങ്ങനെ പിന്നെ നമുക്ക് എന്താ ആവശ്യമുള്ള, പിന്നെ നമ്മൾ അടുക്കളയിലേക്കുള്ള സാധനങ്ങളെ പറ്റി പറയാം. ഞാൻ കുറച്ച് മിക്സപ്പ് ആക്കിയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാനത് പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആണ്. എനിക്കിപ്പോൾ കുറച്ച് മെസ്സേജ് പറയാനെ പറ്റി ഓർത്തേ.
അടുക്കളയിലേക്കുള്ള സംഭവങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചില വീടുകളിൽ ഇൻഡക്ഷൻ ആയിരിക്കും. അപ്പൊ ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ള കുക്കർ, പിന്നെ അതുപോലെ തന്നെയുള്ള കറി വെക്കാനും ഭക്ഷണങ്ങളൊക്കെ വെക്കാനുള്ള പാത്രങ്ങൾ എടുക്കുക. പിന്നെ അതാവുമ്പോൾ നമുക്ക് ഇൻഡക്ഷനിലും അല്ലാത്ത നോർമൽ ഗ്യാസ് അടുപ്പിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്രഷർ കുക്കർ നമ്മൾ എടുക്കുക. കാരണം അത് എന്താ പറയുക, നേരില്ലാത്ത സമയത്തൊക്കെ ചോറ് വയ്ക്കാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇനി ഞാൻ പറയാൻ പോണെന്ന് വെച്ചാൽ നമ്മുടെ ക്രീം, സൺസ്ക്രീൻ അങ്ങനെയുള്ള സംഭവങ്ങളില്ലേ, മോയ്സ്ചറൈസർ, ഫേസ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടെ നല്ലത് കിട്ടും. പക്ഷെ ഞാനാണെങ്കിലും ഇപ്പോഴാണെങ്കിലും കുറച്ച് എല്ലാ പിള്ളേരും ലാഭം നോക്കി മേടിക്കുന്നത് നാട്ടിൽ നിന്നാണ് കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ക്രീംസ്, ഫേസ് വാഷ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാൻ നോക്കുക. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒക്കെ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. ഡ്രസ്സും പിന്നെ നൈറ്റ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. ആകെപ്പാടെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജാക്കറ്റാണ് അവിടെ നിന്ന് മേടിക്കാൻ ഞാൻ പറയുള്ളൂ. ഞാനത് അങ്ങനെ തന്നെയാണ് ചെയ്തത്. നല്ല ക്വാളിറ്റി ഉള്ള ജാക്കറ്റ് ആ പ്രൈസിന് നമുക്ക് കിട്ടും. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഒരു ക്വിക്കായിട്ടുള്ള വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യാൻ വരാൻ നിൽക്കുന്ന ഫ്രണ്ട്സിന്. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.